സർ, ഈ മൊബൈൽ ഫോൺ കൈക്കലാക്കാൻ വേണ്ടിയാ ഇവൻ അന്ന് അങ്ങനെ ഒരു മൊബൈൽ ഫോൺ ഞങ്ങളുടെ ഭാവി ജീവിതം കുരുങ്ങി കിടക്കുകയാണ് സാർ. ഇതിന്റെ കഴിഞ്ഞ മാസത്തെ ബില്ല് 36,517. ഞാൻ ഇവന്റെ അടുത്ത് പറഞ്ഞു, നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, സാറിന്റെ കയ്യിലല്ലേ ഫോൺ ഇരിക്കുന്നത്, അപ്പൊ സാർ എന്നെ ബില്ല് അടച്ചോളൂ. ബില്ല് കാണിച്ചാൽ സാർ കാശടക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിട്ടൊന്നുമല്ല. ഈ വാക്കി ടോക്കി ഉള്ളപ്പോ എനിക്ക് പ്രത്യേകിച്ച് എന്തിനാ ഒരു മൊബൈൽ ഫോൺ? വലിയ ഉപകാരം സാർ. എന്ത് സന്തോഷത്തിന് ഒരു കൈക്കൂലി വേണ്ടോ? ഞാൻ ആ വക പരിപാടിയൊക്കെ നിർത്തി. അണിഞ്ഞൊരുങ്ങി നടക്കാൻ സാരി വേണം, ആഭരണം വേണമെന്നൊക്കെ പറഞ്ഞ് ഭാര്യ വാശി പിടിച്ചപ്പോഴാണ് ഞാൻ കൈക്കൂലി വാങ്ങാൻ നിർബന്ധിതനായത്. മടുത്തോ? മടുത്തു. ഇപ്പൊ ഞാനൊരു പെർഫെക്റ്റ് ഓഫീസറാണ്. നിങ്ങൾക്ക് എന്നെ പരിപൂർണമായിട്ട് വിശ്വസിക്കാം. ഇങ്ങനൊരു തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്താൽ. എങ്കിൽ എത്ര നന്നായിരുന്നു. ഇവന്മാരിതെവിടെ പോയി? ഞാൻ വഴിയുണ്ട്. മണി 6 എന്ത് വിളി വരാത്തത്? ഓടുന്ന ഒരു വാച്ച് വാങ്ങിച്ച് കെട്ടടേ. 6-5 മിനിറ്റ് ഉണ്ട്. വിളിക്കുന്ന ആളോട് പ്രത്യേകം ചോദിക്കണം കൊണ്ടുവരേണ്ട ബാഗിന് എന്തോരം വലിപ്പം വേണമെന്ന്. എന്തിന്? വലിയ സംഖ്യ ആകുമ്പോ ന്യൂസ് പേപ്പറിലൊന്നും പൊഞ്ചിട്ട് വരാൻ പറ്റല്ലോ. അത് 500 നോട്ടാണെങ്കിൽ ചെറിയ ചെറിയ കെട്ടാക്കി ഒരു പെട്ടിക്കകത്ത് കൊള്ളാനേ ഉള്ളൂ. ഇനി തുക അല്പം കൂടിയാൽ തന്നെ നമ്മൾ ഓരോ പൊതി കൂടുതൽ എടുത്താ പോരെ? അത് പറ്റില്ല. കിട്ടുന്നത് എന്തായാലും അവിടെ വെച്ച് അഴിച്ചു നോക്കണം. അഴിച്ചു നോക്കാൻ പറ്റില്ല. അഴിച്ചു നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിനകത്ത് വല്ല കല്ലും മണ്ണും വെച്ചിട്ട് പാടില്ല പാടില്ല, അഴിച്ചു നോക്കാൻ പാടില്ല. അത് ചീപ്പാണെങ്കിൽ നമ്മൾ അഴിച്ചു നോക്കണം. അഴിച്ചു നോക്കാൻ എന്താ കുഴപ്പം? എന്തൊക്കെ പറഞ്ഞാലും ശരി, അഴിച്ചു നോക്കാൻ പറ്റില്ല. കാശ് കൈ കിട്ടിയോലല്ലേ എല്ലാം കൂടെ കടിപിടി ഓടുന്നത്. അപ്പൊ കിട്ടിയില്ലേ? ഒറ്റ അടി. ഹലോ ഹലോ, നാളെ രാവിലെ കൃത്യം 9 മണിക്ക് ഇന്റർനാഷണൽ ഹോട്ടലിന്റെ മുന്നിലെത്തുക. അവിടെ ഔട്ട് എന്നെഴുതിയ ബോർഡിനോട് ചേർന്ന് കറുത്ത കണ്ണട വെച്ച് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് വായിച്ച് മഞ്ഞ കുർത്തയിട്ട ഒരാൾ നിൽക്കുണ്ടാവും. നിന്റെ കയ്യിലെ നമ്പർ നോട്ട് ചെയ്ത 10 രൂപ അയാൾക്ക് കൈമാറിയാൽ ഉടൻ കിട്ടുന്നത് കൊണ്ട് എത്രയും വേഗം സ്ഥലമിടുക. ഓക്കെ? ഓക്കെ, അപ്പൊ പുറപ്പെടാം. എങ്ങോട്ട്? പറഞ്ഞ ഹോട്ടലിലേക്ക്. 500 തന്നെ ആയിരിക്കും അല്ലേ? എന്നിട്ടുണ്ടല്ലോ അലിയെന്നാ നമുക്ക്. അതെ, എല്ലാവരും കൂടി ജാഥയായിട്ട് ഹോട്ടലിൽ പോയാൽ ശരിയാവില്ല. അങ്ങനെയാണെങ്കിൽ ബെന്നി ദിനേശനോട് നിൽക്കട്ടെ. ഒരു വെള്ളത്തിന് നമുക്ക് അലിയനെ കൂടെ വിളിച്ചാലോ? മിണ്ടരുടെ അലി പുലി. അലി എണ്ണം വന്ന് തിരക്കുകയാണെങ്കിൽ നമ്മൾ ദൂരെ എവിടെ സവാരിക്ക് പോയിരിക്കുകയാണെന്ന് ബെന്നിയെ കൊണ്ട് പറയിപ്പിക്കാം. അതാ അതിന്റെ ശരി. അലിയണ്ണം കൂടെ വന്നാൽ എന്താണ് ഒരു കുഴപ്പം? കുഴപ്പമേ ഉള്ളൂ. തടി ഉള്ളതുകൊണ്ട് മാത്രമായോ? തലക്കകത്ത് എന്ന് വിവരമില്ലാത്തൊരു പറയും. എന്തൊരു പേഴ്സണാലിറ്റി, എന്തൊരു ബുദ്ധി. അലിയണ്ണൻ എങ്ങോട്ടാ? നിങ്ങളെങ്ങോട്ടാ? ഞങ്ങൾ ഹോട്ടലിൽ പോയിട്ട് മസാല ദോശ കഴിക്കാൻ. നിങ്ങൾ ഹോട്ടലിൽ പോയി മസാല ദോശ കഴിച്ച് അവിടെ ഇരുന്നോ. ഞാൻ മറ്റേ ഹോട്ടലിൽ പോയി 10ന്റെ നോട്ട് കൊടുത്ത് ലക്ഷങ്ങൾ വാങ്ങിക്കാൻ പോവുകയാണ്. ആരെങ്കിലും വരുന്നു? അയ്യേ, ഈ സില്ലി ആയ കാര്യത്തിൽ നിന്നെ മല്ലനായ അലിയണ്ണം ബുദ്ധിമുട്ടണം. ഞങ്ങൾ പോയിട്ട് ശരിയാക്കി. മിണ്ടരുത്. വേണ്ട, അലിയണ്ണം കൂടെ വരട്ടെ, അലിയണ്ണം കൂടെ വരട്ടെ. അലിയണ്ണന് ഒരു സ്പെഷ്യൽ ഷെയർ ഞങ്ങൾ വെച്ചിട്ടുണ്ടല്ലേ. ശിഷ്യന്മാർ ഒരുത്തന് പോലും ബുദ്ധിയില്ലല്ലോ. കുഞ്ഞി കുഞ്ഞി നീളം. പോവാ. ബാബു ഒറ്റയ്ക്ക് പോയാൽ നമുക്ക് ഇവിടെ നിൽക്കാം. ശരി, ഞാനും ബാബു കൂടി പോവാം. അലിയണ്ണ പോണ്ട. നിങ്ങളുടെ വേഷം കണ്ടാൽ തന്നെ സംശയിക്കും. എന്താണ് ഈ വേഷത്തിനൊരു കുഴപ്പം? ഒറ്റ നോട്ടത്തിനൊരു തറവാട് ലുക്ക് തോന്നുകയല്ലേ? ഒരു തറ വാടിയതാന്ന് തോന്നുന്നു. അലിയണ്ണ കൂടെ പോയാൽ എന്താണ് കുഴപ്പം? തന്നെ പോണ്ട. അങ്ങനെ ഒറ്റക്കങ്ങ് വിഴുകാൻ ഞാൻ സമ്മതിക്കൂല. ഞാനും വരും. അലിയണ്ണ പ്ലീസ്, ഞാൻ പറഞ്ഞോട്ടെ ഒന്ന് വന്നേ. അലിയണ്ണിന്റെ ആരാടാ? അലിയണ്ണനെ കൂടി പോയാ എന്താ? നിന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുകൊള്ളൂല്ലോ. കരഞ്ഞ ഇടി. അലിയണ്ണൻ എന്നെ വിശ്വസിക്കണം. കാശ് കിട്ടിയാൽ ഞാൻ നേരെ അലിയണ്ണന്റെ അടുത്ത് തന്നെ വരും. അലിയണ്ണന് ഒരു വലിയ ഷെയർ ഞാൻ. നീ ഇത് പറയാൻ തുടങ്ങിയിട്ട് നേരം കുറയായി. ഓടാനാണ് ഉദ്ദേശമെങ്കിൽ നടക്കൂല്ല മോനെ.
10,000 മീറ്റർ ഓട്ടത്തിന് 1ാം സമ്മാനം കിട്ടിയവരാണ് ഞാൻ. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ തരും. ഉറപ്പല്ലേ? ഉറപ്പ്. ഏ? ആ. എന്നാ ചൊല്ലി, ഞാനിവിടെ വന്നോളാം. ആ. ആളെന്തി? മാറിക്ക്. അല്ലോ, ഇതൊരു ചെറിയ പുതിയായി പോയല്ലോ. ഇതിൽ കഷ്ടിച്ചൊരു 50,000 രൂപ ഉണ്ടാവും. വേഗം തുറക്ക്, ചിലപ്പോ രത്നങ്ങളും വൈരങ്ങളൊക്കെ ഇരിക്കും. ഇത് ഇവിടെ വെച്ച് തുറക്കണോ? ആരെങ്കിലും കണ്ടാല്? പിന്നെ ആൾക്കാർക്ക് ഇത് ശ്രദ്ധിക്കാനുള്ള സമയം. ഞാൻ തുറന്നേ, എന്റെ ഷെയറിങ് ഇട്. ആ, ഇട്. ഛേ, ഇത് വലിയ ചളിയായി പോയല്ലോ. ഇതെന്തൊന്ന് സാധനം? ഇതെന്താ സ്ലേറ്റിന്റെ പീസുകളാ? ഇത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു വിലയില്ലാത്ത എന്തോ കളിപ്പാട്ടങ്ങളാ. ഈ കളഞ്ഞ സമയം കൊണ്ട് മാർക്കറ്റിൽ ദാദാ പീസ് അടിച്ച് 10,000 രൂപ ഉണ്ടാക്കായിരുന്നു. അലിയണ്ണ, അത് പോകരുത്. ഇനി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്നെ ചുറ്റിക്കണ്ട. നമ്മളുള്ള സകല ബന്ധം ഇവിടെ വെച്ച് തീർന്നു. ഉദാ ഓഫീസ്. അലിയണ്ണ, പൊട്ടിയിട്ടു. അല്ല ഷെയർ വേണ്ടേ? ഉണർന്നി. ആ. ഈ കുന്ത്രാണ്ടം വെച്ച് നമ്മൾ എന്ത് ചെയ്യാനാ? ഇതിനെ അമ്മയിലിട്ട് അങ്ങോട്ട് ഇടിച്ച് പൊടിച്ച് കലക്കി അങ്ങോട്ട് കുടിക്കും. ഇത് ആനയെ ആശിച്ചവന്റെ കയ്യിൽ ആട്ടും കാട്ടം കിട്ടിയ പോലെയായി. ആട്ടും കാട്ടം തൂക്കി വിറ്റാൽ മസാല ദോശ കഴിക്കാനുള്ള കാശെങ്കിലും കിട്ടുമായിരുന്നു. ഇതിപ്പോ അതുമില്ലല്ലോ. എല്ലാരും പറഞ്ഞു തീർന്നോ? ഇതിന്റെ വില എത്രയാണെന്ന് ആര് കണ്ടു? ഇതിന് 10 പൈസയുടെ വില പോലും ഇല്ലെന്ന് ബാബുണ്ണൻ തന്നെയല്ലേ അലിയനോട് പറഞ്ഞത്? അത് അങ്ങേരെ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ തട്ടിവിട്ടതല്ലേ. ഹലോ, ഡിസ്ക് കയ്യിൽ കിട്ടിയല്ലോ. കിട്ടി. നാളെ രാത്രി കൃത്യം 10 മണിക്ക് ആ ഡിസ്കുമായി പഴയ കോർപ്പറേഷൻ ബിൽഡിങ്ങിന് മുന്നിലെത്തും. അവിടെ പച്ച മാരുതി വാനിൽ വരുന്ന ആൾക്ക് ഡിസ്ക് കൈമാറിയാൽ നിങ്ങൾക്കുള്ള ബ്രീഫ് കേസ് കിട്ടും. പിന്നീട് എന്ത് വേണമെന്ന് അടുത്ത മെസ്സേജിൽ പറയാം. ഓക്കെ? ഓക്കെ. നാളെ ബ്രീഫ് കേസ് നമ്മുടെ കയ്യിൽ.